ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അത് ഒന്നല്ല രണ്ട്, നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുകും ഒരു ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ എന്താ പറയുക ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയും കടലയും. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് സവാള, ഞാനിപ്പോൾ ഒന്ന് അരിയും കടല ഉണ്ടാക്കുന്നതാണ്, പിന്നൊന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ റൈസ് ആണ്. അപ്പോൾ രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് അതിൻ്റെ പകുതിയോളം ഞാനിപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കണം. അതിനുശേഷം പച്ചമുളക്, ഞാനിപ്പോൾ രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അതിന് ഞാനിപ്പോൾ ഈ രണ്ട് വേറെ വേറെ വെക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്നിൽ തന്നെ വെച്ചതാണ്. അതുകൊണ്ട് പകുതി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട നമ്മൾ അരി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് കൊടുത്താണ്, കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് കൊടുത്താണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ നല്ലോണം ഉപ്പിടേണ്ട ആവശ്യമില്ല. കുറച്ച് അതിന് ഇപ്പോൾ നമ്മൾ ഈ സവാളെല്ലാം ഇട്ട് കൊടുത്തില്ല, അതിൽ മാത്രം വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് കടല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിയും കടല ആകുമ്പോഴത്തേക്കും കടല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ട ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കടല വേവിച്ച് വെച്ചതാണ്. ഇത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് കുക്കറിൽ വേവിച്ചെടുത്ത കടലയാണിത്. ഞാൻ എല്ലാം ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം കടല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങ ചിരകിയത്, ഞാൻ ഒരു മുറി തേങ്ങ, അതായത് ഒരു കപ്പ്, സാധാരണ കുറച്ച് വലിയ കപ്പിൽ ഒരു കപ്പ് തേങ്ങയാണിത്. അപ്പം ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അരിയും കടല ഉണ്ടാക്കുമ്പോൾ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഇളക്കി കൊടുക്കുക. ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു പച്ചമണം മാറുന്നവരെ വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ ഇപ്പോൾ അരിയും കടല റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇപ്പം അടുത്ത ഞാൻ ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ വേവിച്ച് വെച്ച ചോറ് കുറച്ച് അവിടെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ചീനച്ചട്ടി വെക്കുക. അതിലേക്ക് ഞാൻ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കടുക് ഇട്ട് കൊടുത്തു. ഉഴുന്നുപരിപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നിർബന്ധമൊന്നുമല്ല കേട്ടോ. ഞാനിപ്പോൾ ഇടുമ്പോൾ ഏകദേശം എല്ലാത്തിനും ഉഴുന്നുപരിപ്പ് ഇടാറുണ്ട്. അതുകൊണ്ട് ഇട്ടതാണ്. അതൊരു നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും അത് നല്ല ടേസ്റ്റാണ്, ഇഷ്ടമാണ്. പിന്നെ വറ്റൽമുളക് വേണം ഒന്ന്, അത് കട്ട് ചെയ്ത് ഒന്ന് ചെറിയ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള സവാള ഇല്ലേ, അതിട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ക്യാരറ്റും പച്ചമുളകും അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില വേണം, അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പം കുറച്ച് കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. ഏതായാലും ചോറിന് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തോണ്ട് ഞാൻ എന്താ പറയുക, ഈ സവാള വെന്ത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നതാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കറിവേപ്പില ഇടാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, മറ്റ് ഇലയില്ലേ, മല്ലിയില, അത് വേണേൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് മഞ്ഞ കളർ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ലെമണാണ്, അതായത് നാരങ്ങയുടെ വെള്ളം. അത് ഒരു 1.5 നാരങ്ങയുടെ വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നല്ലോണം ഗ്യാസ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ചോറിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്, കേട്ടല്ലോ.